നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖല വലിയൊരു സാങ്കേതിക മുന്നേറ്റത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. വ്യോമസേനയുടെ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ അഥവാ AEWNC വിമാനങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഭാഗമാക്കി പരിഷ്കരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമാണ് AEWNC. നിലവിലുള്ള നേത്ര MK-1A, ഇനി വരാനിരിക്കുന്ന നേത്ര MK-2 എന്നീ വിമാനങ്ങളിലാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഹെറ്ററോജീനിയസ് നെറ്റ്വർക്ക് ഗേറ്റ്വേ എന്ന പുതിയ സാങ്കേതിക വിദ്യയാണ് ഉൾപ്പെടുത്തി പുതിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. യുദ്ധസമയത്ത് എല്ലാ പോർ വിമാനങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും ഒക്കെ വിവരങ്ങൾ തത്സമയം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സാങ്കേതിക സംവിധാനമാണിത്. പുതിയ മാറ്റത്തിലൂടെ ഈ വിമാനങ്ങൾക്ക് ആകാശത്ത് പറക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബായി പ്രവർത്തിക്കാൻ സാധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അവ ക്രോഡീകരിച്ച് യുദ്ധവിമാനങ്ങളിലേക്ക് കൈമാറാനും ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളിലേക്ക് പൈലറ്റ്മാരെ കൃത്യമായി നയിക്കാനും ഈ പുതിയ സംവിധാനം സഹായിക്കും. ശത്രുക്കളെ കണ്ടെത്താനും അവരെ പിന്തുടരാനും യുദ്ധവിമാന പൈലറ്റ്മാർക്ക് സ്വന്തം വിമാനത്തിലെ സെൻസറുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരില്ല. കാഴ്ചയ്ക്കപ്പുറം നേത്ര വിമാനങ്ങൾക്ക് ഒരു റിമോട്ട് സെൻസറായി പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. ഇത് വളരെ ദൂരത്തു നിന്ന് തന്നെ ശത്രുക്കളെ കണ്ടെത്താനും അവരെ നേരിടാനും യുദ്ധവിമാനങ്ങളെ സഹായിക്കും. വ്യത്യസ്ത തരം യുദ്ധവിമാനങ്ങൾ പലപ്പോഴും വ്യത്യസ്ത ഡിജിറ്റൽ ഭാഷകളാണ് വിവരവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നിവയിൽ മനുഷ്യന്റെ ഭാഷയും ആശയവിനിമയത്തെയും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പൊതുവെ ഡിജിറ്റൽ ഭാഷ എന്ന് വിളിക്കുന്നത്. വ്യത്യസ്തമാണ് ഓരോ യുദ്ധവിമാനത്തിലെയും ഡിജിറ്റൽ ഭാഷ. അതിനാൽ തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പുതിയ പരിഷ്കാരത്തിലൂടെ നേത്ര വിമാനങ്ങൾക്ക് ആകാശത്ത് ഒരു പരിഭാഷകനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് വ്യത്യസ്ത തരം യുദ്ധവിമാനങ്ങൾക്ക് പരസ്പരം വിവരങ്ങൾ തത്സമയം പങ്കുവെക്കാനും സഹായകരമാകും. നേത്ര വിമാനത്തിന് വളരെ ദൂരെയുള്ള ശത്രുവിനെ കണ്ടെത്താനും ആ ശത്രുവിന്റെ കൃത്യമായ സ്ഥാനം മുൻനിരയിലുള്ള യുദ്ധവിമാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ ആകാശത്ത് പറക്കുന്ന ശക്തമായ ഒരു കമാൻഡ് സെന്ററാക്കി മാറ്റുകയാണ്. ഇത് യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും ശത്രുക്കളെ കൂടുതൽ കൃത്യതയോടെ ആക്രമിക്കാനും സഹായകരമാകും. ആകാശത്തുള്ള മറ്റ് വിമാനങ്ങളിൽ നിന്നും ഭൂമിയിലുള്ള റഡാറുകളിൽ നിന്നുമുള്ള വിവരങ്ങളും ഈ ഗേറ്റ്വേ ശേഖരിക്കുന്നു. പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ വ്യത്യസ്ത വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് യുദ്ധകളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ചിത്രം എല്ലാ പോർ വിമാനങ്ങൾക്കും ഒരേ സമയം ഈ സാങ്കേതിക വിദ്യ എത്തിച്ചു നൽകുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK-1A, റഷ്യൻ നിർമ്മിതമായ സുഖോയ് 30 MKI, ഫ്രഞ്ച് നിർമ്മിതമായ റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നത് എപ്പോഴും ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. കാരണം ഓരോ വിമാനവും വ്യത്യസ്ത ഇലക്ട്രോണിക് സംവിധാനങ്ങളും റഡാറുകളും ആശയവിനിമയ രീതികളുമാണ് ഉപയോഗിക്കുന്നത്. ഈ തടസ്സങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഗേറ്റ്വേ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ശക്തമായ S-ബാൻഡ് വ്യോമ റഡാറുകൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, ഇലക്ട്രോണിക് ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ നേത്ര വിമാനങ്ങൾക്ക് സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് പ്രധാനമായും ഇത് യുദ്ധവിമാനത്തിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് സാന്നിധ്യം കുറയ്ക്കുന്നു എന്നതാണ്. ഒരു യുദ്ധവിമാനം അതിന്റെ സ്വന്തം റഡാർ ഉപയോഗിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ശക്തമായ സിഗ്നലുകൾ ശത്രുവിന്റെ റഡാർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് തൽക്ഷണം കണ്ടെത്താൻ സാധിക്കും. ഇത് വിമാനത്തിന്റെ സ്ഥാനം ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനും കാരണമാകും. ഇലക്ട്രോണിക് യുദ്ധമുറകളും സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്ന ജാമിംഗ് രീതികളും വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ഭാവിയിലെ വ്യോമ യുദ്ധങ്ങൾക്ക് ഈ ഗേറ്റ്വേ സംവിധാനം വികസിപ്പിക്കുന്നത് വളരെ നിർണായകമാണ്. ഇത്തരം യുദ്ധങ്ങളിൽ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും അതേസമയം ഫലപ്രദമായി തന്നെ ആക്രമണം നടത്താനും യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ റഡാറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. അയൽ രാജ്യങ്ങൾ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ദൂരപരിധിയുള്ള മിസൈലുകളും അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും രംഗത്തിറങ്ങുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ഓരോ വിമാനത്തിന്റെയും വ്യക്തിഗത ശേഷികളെ മാത്രം ആശ്രയിക്കുന്ന ശൈലിയിൽ നിന്നും മാറുകയാണ്. പകരം എല്ലാ വിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട അത്യന്തം മാരകമായ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് അധിഷ്ഠിത യുദ്ധമുറയിലേക്കാണ് വ്യോമസേന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.